യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പഠിക്കുന്ന ചാപ്റ്ററിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഈ ഭാഗത്തു നിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം അതിനെക്കുറിച്ച് എല്ലാം ഒന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ പ്രോബ്ലത്തിലേക്ക് പോവുക. യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ. നമ്മൾ ഇതിനെക്കുറിച്ചിട്ട് ആദ്യം ചില കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. അത് ഓരോന്ന് നോക്കാം. ഒന്നാമത്തെ പോയിന്റ്, ആക്സിലറേഷൻ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. അത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒരാളും കൂടെ കോൺസ്റ്റൻ്റ് ആണെന്ന് പറയാം. ആരാത്? ഫോഴ്സ് കോൺസ്റ്റൻ്റ് ആണ്. ഈ ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ വെലോസിറ്റി ചേഞ്ചസ് അറ്റ് കോൺസ്റ്റൻ്റ് റേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിയാ നമുക്ക് എന്തായിരുന്നു വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ, അല്ലെങ്കിൽ ആക്സിലറേഷൻ കാണാനുള്ള ഇക്വേഷൻ? dv/dt ആയിരുന്നില്ലേ? ആണ്. ഞാനിതിനെ dt ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ a dt = dv എന്നല്ലേ കിട്ടുക? രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ടിയുടെ ലിമിറ്റ് 0 to t യും വെലോസിറ്റിയുടെ ലിമിറ്റ് u to v, ഇനീഷ്യൽ ടു ഫൈനൽ കൊടുത്താൽ ഇവിടെ നമുക്കുള്ള പ്രത്യേകത സുഖം എ കോൺസ്റ്റൻ്റാണ്, അതിനെ പുറത്തെടുക്കാം. അങ്ങനെ പുറത്തെടുക്കാൻ പറ്റിയത് കൊണ്ടാണ് ഇനി ഉണ്ടാവാൻ പോകുന്ന ഇക്വേഷൻ സാധ്യമാവുന്നത്. ഇൻ്റഗ്രൽ dt t ആണ്, ലിമിറ്റ് കൊടുത്താലും t എന്ന് തന്നെയാണ് കിട്ടുക. ഇൻ്റഗ്രൽ dv v ആണ്, ലിമിറ്റ് u to v കൊടുത്താൽ v - u എന്ന് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്ഥിരം പറയാറുള്ള v = u + at എന്ന ഇക്വേഷൻ കിട്ടും. ഇതാണ് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇക്വേഷൻ വരുന്നത്. ഇനി ഈ ഇക്വേഷൻ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓരോ ഇക്വേഷൻസ് കിട്ടണം. ഒന്ന് ടൈം = ആരാ? v - u/a. അതേപോലെ ആക്സിലറേഷൻ ആരാ? v - u/t. ഇങ്ങനെ ഇക്വേഷൻസ് പറയാൻ കഴിയണം. അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കിയാൽ ഇങ്ങനെ നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടിയാൽ ഏതാ ഇപ്പോൾ കിട്ടിയ ഇക്വേഷൻ? v = u + at. അതിൽ v ആണെങ്കിൽ നമുക്ക് dx/dt എന്ന് എഴുതാം, = u + at എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ dt അങ്ങോട്ട് കൊണ്ടുപോയാൽ dx = u dt + at dt എന്ന് എഴുതാം. ഇതിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x1 to x2, ഇവിടെ 0 to t, ഇവിടെയും 0 to t ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇൻ്റഗ്രൽ dx x ആണ്, അതിൻ്റെ ലിമിറ്റ് x2 - x1 കൊടുത്തു കഴിഞ്ഞാൽ അതാണ് ഡിസ്പ്ലേസ്മെൻറ്റ്. u കോൺസ്റ്റൻ്റ് ആണ്, dt-ൻ്റെ ഇൻ്റഗ്രൽ t ആണ് ut, പ്ലസ് a കോൺസ്റ്റൻ്റ് ആണ്, t dt-ൻ്റെ ഇൻ്റഗ്രൽ t²/2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ½ at² ആണ് വരിക. അപ്പോൾ s = ആരാ? ut + ½ at² വരും. അപ്പോൾ ഇതാണ് a കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റിയ രണ്ടാമത്തെ ഇക്വേഷൻ. മൂന്നാമത് വരുന്നത് നോക്കാം. നമുക്ക് കിട്ടിയിരുന്ന ഒന്നാമത്തെ ഇക്വേഷൻ നോക്കിയാൽ എന്തായിരുന്നു ഒന്നാമത്തെ ഇക്വേഷൻ? ആ ഒന്നാമത്തെ ഇക്വേഷൻ വരുന്നത് നമുക്ക് ഇതാണ്. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ നോക്കും. ആക്സിലറേഷൻ്റെ ഇക്വേഷൻ v × dv/dx എന്ന് എഴുതാം. ആ dx ഞാൻ ഇപ്പുറത്ത് കൊണ്ടുവന്നാൽ a dx = v dv. രണ്ട് ഭാഗത്തും ഇൻ്റഗ്രേറ്റ് ചെയ്ത് ലിമിറ്റ് കൊടുക്കുമ്പോൾ x1 to x2, ഇവിടെ u to v. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ a എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. ഇൻ്റഗ്രൽ dx x ആണ്, ലിമിറ്റ് കൊടുത്താൽ x2 - x1 അത് s ആണ്, ഈക്വൽ ടു
വി ഡി വിൻ്റെ ഇൻ്റഗ്രൽ വി സ്ക്വയർ ബൈ 2. അതിൻ്റെ ലിമിറ്റ് കൊടുത്താൽ വി സ്ക്വയർ ബൈ 2 മൈനസ് യു സ്ക്വയർ ബൈ 2. അതാണ് ആൻസർ വരിക. അപ്പോഴാണ് നമുക്ക് വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as എന്നുള്ള ഇക്വേഷൻ കിട്ടുന്നത്. അപ്പോൾ കൈനമാറ്റിക് ഇക്വേഷൻസ് ആണിത് അല്ലേ, നമുക്ക് വളരെ സുപരിചിതമായിട്ടുള്ള ഇക്വേഷൻ. ഇതേപോലെ നോക്കൂ, ആവറേജ് വെലോസിറ്റി നമ്മൾ മുമ്പ് കണ്ടതാണ്. എന്തായിരുന്നു? എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ആവറേജ് വെലോസിറ്റിയുടെ ഇക്വേഷൻ നമ്മൾ മുമ്പ് പഠിച്ചത് കിട്ടിയത്. ആവറേജ് വെലോസിറ്റീൻ്റെ നമ്മൾ അവിടെ ചെയ്തിരുന്നു. അത് ആവറേജ് വെലോസിറ്റി ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2. ഇത് ഉപയോഗിക്കാൻ പറ്റുക ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ മാത്രം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ആക്സിലറേഷൻ 0 അല്ലാത്ത ഒരു മോഷൻ തന്നു. ആക്സിലറേഷൻ എന്തല്ല? 0 അല്ല. എന്നിട്ട് ആ മോഷനിലെ ആവറേജ് വെലോസിറ്റി തരികയും ചെയ്താൽ ആരാണത്? വി പ്ലസ് യു ബൈ 2. ആക്സിലറേഷൻ 0 അല്ല, പക്ഷെ എന്ത് തന്നു? ആവറേജ് വെലോസിറ്റി തന്നാൽ ഡിസ്പ്ലേസ്മെന്റ് കാണാൻ ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ആരാ? എസ് ബൈ ടി അല്ലേ? ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി എന്ന മറ്റൊരു ഇക്വേഷൻ കൂടെ ഉണ്ടാക്കാം. ഇത് മുന്നേ കിട്ടിയ ഇക്വേഷൻസ് നമുക്ക് ഡിറൈവ് ചെയ്തും കൊണ്ടുവരാം. അതിങ്ങനെ എന്തായിരുന്നു? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ എന്നൊരു ഇക്വേഷൻ കിട്ടിയില്ലേ? കിട്ടി. അവിടെ ഹാഫ് എ ടി സ്ക്വയറിനെ ടി ഇൻറ്റു എ ടി എന്നെഴുതിയാൽ യു ടി പ്ലസ് ഹാഫ് ഇൻറ്റു ടി ഇൻറ്റു എ ടിയെ വി മൈനസ് യു എന്നെഴുതാം. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് നമുക്ക് കിട്ടുന്നത് വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി ആയിരിക്കും. അതാണ് ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഇക്വേഷൻ. അപ്പോൾ നോക്കൂ, ഇവിടെ നമ്മൾ ഇത്രയും പറഞ്ഞത് ഇതിനായിരുന്നു. എ എന്ന ആള് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ, എ ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ ഇപ്പോൾ നമുക്ക് മനസ്സിലായ ഒരു ഇക്വേഷൻ ആരാ? വി ഈക്വൽ ടു യു പ്ലസ് എ ടി. അടുത്ത ഇക്വേഷൻ ആരാ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അടുത്ത ഇക്വേഷൻ ആരാ? വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. അടുത്ത ഇക്വേഷനോ എസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി എന്നാണ് കിട്ടുക. അഞ്ചാമത്തെ ഇക്വേഷൻ ആവറേജ് വെലോസിറ്റിൻ്റെത് കിട്ടിയില്ലേ? അതെന്തായിരുന്നു? വി ആവറേജ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2. ഈ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എപ്പോഴാണ്? അത് യൂസ് ചെയ്യേണ്ടത് നമുക്ക് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആകുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ് വരിക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനു വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത്രയും പറഞ്ഞത്. അപ്പോൾ എ കോൺസ്റ്റൻ്റ് ആണെന്ന് കണ്ടാൽ ഇത്രയും ഇക്വേഷൻസ് നമ്മുടെ മനസ്സിൽ വരണം, നിർബന്ധമാണ്. അതിലേത് ഇക്വേഷനാണ് പ്രോബ്ലത്തിൽ കൊടുക്കേണ്ടി വരിക എന്നറിയില്ല. അതുകൊണ്ട് ഇത്രയും ഇക്വേഷൻസ് നിർബന്ധമായും മനസ്സിൽ വരണം. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഉൾപ്പെടുത്താവുന്ന ആറാമതൊരു ഇക്വേഷൻ ഉണ്ട്. അത് നമുക്ക് അടുത്ത ഹെഡിങ് ആയിട്ട് പറയാം. നോക്കൂ നിങ്ങൾ, ആറാമത്തെ ഇക്വേഷൻ നമ്മൾ പറയുന്നത് ഇതാണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ nth സെക്കൻഡിന്റെ ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. നോക്കൂ, നമുക്ക്
ഇതാണ് nth സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം അറിയണം. അത് ഇതാണ്. ഒരാള് ഈ ഒരു പോയിന്റിൽ നിന്നും ഈ ഒരു പോയിന്റ് വരെ സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം n സെക്കൻഡാണ്. അങ്ങനെയാണെങ്കിൽ അവസാനത്തെ ഒരു സെക്കൻഡ് ഒഴിവാക്കിയാൽ അത് ഇതുവരെയാണ് എത്തുന്നത് എങ്കിൽ ഇതിൻ്റെ ടൈം n-1 സെക്കൻഡ് ആയിരിക്കും. അപ്പോൾ ഈ ടൈം വരുന്നതോ 1 സെക്കൻഡ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസിനെ ഞാൻ n-1 എന്നും ഈ ടോട്ടൽ ഡിസ്റ്റൻസിനെ n എന്നും വിളിച്ചാൽ, മുകളിലാണ് ഞാൻ n എഴുതിയത്, ഈ അവസാനത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ഈ ദൂരത്തെ ഞാൻ Sn എന്ന് വിളിക്കുന്നു. ആ ഡിസ്റ്റൻസ് കിട്ടണമെങ്കിൽ Sn-ൽ നിന്നും Sn-1 കുറച്ചാൽ Sn കിട്ടും. അപ്പോൾ ഇവിടെ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോഴും നമുക്ക് a ഈക്വൽ ടു കോൺസ്റ്റൻ്റ് ആണ്. a കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് ഏത് ഇക്വേഷൻ യൂസ് ചെയ്യാം? s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ s ഓഫ് n സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം un പ്ലസ് ഹാഫ് an² എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ s ഓഫ് n-1 u ഇൻറ്റു n-1 പ്ലസ് ഹാഫ് ഇൻറ്റു a n-1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ Sn കിട്ടണമെങ്കിൽ nth സെക്കൻഡിലെ ദൂരം കിട്ടണമെങ്കിൽ Sn മൈനസ് Sn-1 ചെയ്താൽ മതി. ഇത് നമ്മൾ ചെയ്തു വന്നാൽ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ nth സെക്കൻഡ് കിട്ടും. അത് u പ്ലസ് a ഇൻറ്റു n-1/2 ആയിരിക്കും. എന്താ Sn-ൻ്റെ ഇക്വേഷൻ കിട്ടിയത്? Sn ഈക്വൽ ടു u പ്ലസ് a ഇൻറ്റു n-1/2. ഞാനൊരു ക്വസ്റ്റ്യൻ പറയുന്നു, 4 സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം കാണണം, 4ാമത്തെ സെക്കൻഡിൽ സഞ്ചരിച്ച ദൂരം കാണണം. ഇതേതാത്? 4 സെക്കൻഡ് കൊണ്ടാണോ 4ാമത്തെ സെക്കൻഡ് കൊണ്ടാണോ? 4ാമത്തെ സെക്കൻഡാണ് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 4 സെക്കൻഡ് എന്നും ഡിസ്റ്റൻസ് കവേർഡ് ഇൻ 4th സെക്കൻഡ് എന്നും പറഞ്ഞാൽ ഉള്ള മാറ്റം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. അപ്പോൾ ഡിസ്റ്റൻസ് കവേർഡ് ഇൻ nth സെക്കൻഡ് ഇതാണ്, ഡിസ്റ്റൻസ് കവേർഡ് ഇൻ n സെക്കൻഡ് ഇതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ നോക്കൂ. ഇതാണ് a കോൺസ്റ്റൻ്റ് ആണെങ്കിൽ ഒന്നുകൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഇക്വേഷൻ. അടുത്തതാരായിരുന്നു? v ഈക്വൽ ടു u പ്ലസ് at. അടുത്തതാരായിരുന്നു? s ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at². അടുത്തതാരായിരുന്നു? v സ്ക്വയർ ഈക്വൽ ടു u സ്ക്വയർ പ്ലസ് 2as. അടുത്തതോ s ഈക്വൽ ടു v പ്ലസ് u/2 ഇൻറ്റു t. അവിടെ തന്നെ ആവറേജ് വെലോസിറ്റിയുടെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലേ? അതെന്തായിരുന്നു? v ആവറേജ് ഈക്വൽ ടു v പ്ലസ് u/2 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്. a കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റിയ എല്ലാ ഇക്വേഷൻസുമാണ് ഇപ്പോൾ ഈ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ a കോൺസ്റ്റൻ്റ് ആണെങ്കിൽ പറ്റുന്ന മറ്റൊരു തിയറമുണ്ട്. അതും കൂടെ നമുക്ക് ഇതിൻ്റെ കൂടെ പഠിച്ചു വെക്കാം. അതാണ് ഗലീലിയൻ ഓഡ് നമ്പർ. ഗലീലിയൻ ഓഡ് നമ്പർ നോക്കൂ. ഗലീലിയൻ ഓഡ് നമ്പർ എന്താണെന്ന് നോക്കാം. ഗലീലിയൻ ഓഡ് നമ്പർ എന്ന് പറയുന്നത് അതിനൊരു കണ്ടീഷനുണ്ട്. അതാദ്യം വളരെ ക്ലിയർ ആയിരിക്കണം. ഗലീലിയൻ ഓഡ് നമ്പർ അപ്ലൈ ചെയ്യാനുള്ള കണ്ടീഷൻ ആവട്ടെ ആദ്യത്തെ തുടക്കം. ഇനീഷ്യൽ വെലോസിറ്റി നിർബന്ധമായും 0 ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ
എ എന്ന് പറയുന്ന ആള് കോൺസ്റ്റന്റ് ആയിരിക്കണം. എ കോൺസ്റ്റന്റും ഇനീഷ്യൽ വെലോസിറ്റി 0 ആണെങ്കിൽ എന്താണ് ഗലീലിയൻ നമ്പർ എന്ന് ചോദിച്ചാൽ ഇതാണ്. നമ്മൾ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നു, ആ ടോട്ടൽ ഡിസ്റ്റൻസ് എസ് ആണെങ്കിൽ ഇതിൽ ആദ്യത്തെ ടി സെക്കൻഡ് കൊണ്ട് സഞ്ചരിച്ച ദൂരം S1 ആണ്. S1 എന്ന് പറയുന്നത് ഈ ദൂരമാണ്. അടുത്ത അതേ ടി സെക്കൻഡ് കൊണ്ട് ആദ്യം എടുത്ത അതേ ടൈം, ഇത് ടി സെക്കൻഡാ, ഇതും ആരാ? ടി സെക്കൻഡാ. അതിൽ സഞ്ചരിച്ച ഈ ദൂരം മാത്രം ആരാണ്? S2. അടുത്ത ഈ പോർഷനിലെ ടൈം എത്രയാ? ടി ആണ്. ഇത് വരുന്നത് ഈ ദൂരം മാത്രം ആരാണ്? S3 ആണെങ്കിൽ ഗലീലിയൻ ഓഡ് നമ്പർ എന്ന് പറയുന്നത് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം. അപ്പോൾ ഇത് ഞാൻ സ്റ്റേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇഫ് എ ബോഡി സ്റ്റാർട്ട്സ് ഫ്രം റെസ്റ്റ്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ, ആൻഡ് മൂവ്സ് വിത്ത് കോൺസ്റ്റന്റ് ആക്സിലറേഷൻ, moves with constant acceleration. കോൺസ്റ്റന്റ് ആക്സിലറേഷനുമായിട്ട് മൂവ് ചെയ്യാണ്. ആ സമയത്ത് then the distance covered in, then the ratio of the distances covered in equal intervals of time, covered in equal intervals of time നിർബന്ധമാണ്. ഈസ് ആ റേഷ്യോ ഏതാണ്? ആ ഈക്വൽ ഇൻ്റർവെല്ലിൽ നമ്മൾ മുകളിൽ കാണിച്ചത് S1 is to S2 is to S3 equal to 1 is to 3 is to 5 is to 7 is to 9 അങ്ങനെ പോകും. S3 S4 S5. ഇതാണ് ഗലീലിയൻ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അത് നമ്മൾക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം S1 കാണുക, ut പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. S2 ടോട്ടലി S1 പ്ലസ് S2 കാണുക, അതിന് S2 ഉണ്ടാക്കുക. ഞാൻ അതിൽ 2 മാത്രം ഒന്ന് കാണിക്കാം, നോക്കിക്കോട്ടാ. U0 ആണെങ്കിൽ S1 ഈക്വൽ ടു ഹാഫ് എ ടി സ്ക്വയർ ആയിരിക്കും. അടുത്തതിൽ S1 പ്ലസ് S2 ടോട്ടൽ കാണണം, അപ്പോഴേ U0 ആവുള്ളൂ. അല്ലെങ്കിൽ S2 മാത്രം കാണുമ്പോൾ അവിടുത്തെ U കാണേണ്ടി വരും. അപ്പോൾ S1 പ്ലസ് S2 ടോട്ടൽ കാണുമ്പോൾ എന്ത് വേണ്ട? U വേണ്ട. പക്ഷേ എ കോൺസ്റ്റന്റ് ആണ്, പക്ഷെ ടൈം എടുക്കുന്നത് 2t ഹോൾ സ്ക്വയർ ആയിരിക്കും. ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമാണ്. അപ്പോൾ അവിടെ ഞാൻ 2ൻ്റെ സ്ക്വയർ 4 മാറ്റി നിർത്തിയാൽ ഹാഫ് എ ടി സ്ക്വയർ എന്ന് കിട്ടും. ഇതിൽ ആരാ ഹാഫ് എ ടി സ്ക്വയർ? S1 ആണ്. അപ്പോൾ S1 പ്ലസ് S2 ഈക്വൽ ടു 4S1 എന്ന് കിട്ടും. അപ്പോൾ S2 ഈക്വൽ ടു ആരാ? 3S1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം S1 ഈസ് ടു S2 ഈസ് ടു S3 ഈസ് ടു S4 ഈക്വൽ ടു എത്രയാ വരിക? 1 ഈസ് ടു 3 ഈസ് ടു 5 ഈസ് ടു 7 ആണ്. ഇതിൽ S1 എനിക്കറിയാമെങ്കിൽ S2 ഈക്വൽ ടു ഇവിടെ നോക്കിയാൽ 3S1 എന്ന് കിട്ടും. S3 ഈക്വൽ ടു ആരായിരിക്കും? ഒന്ന് പറഞ്ഞു നോക്കിയാൽ 5S1. S4 ഈക്വൽ ടു ആരായിരിക്കും? 7S1. ഇതാണ് ഗലീലിയൻ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി പ്രോബ്ലത്തിൽ യൂസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങൾ ഓർത്തു വെക്കണം. ഈ ഗലീലിയൻ ഓഡ് നമ്പർ നമ്മൾ യൂസ് ചെയ്തത് എങ്ങനെയാ കണ്ടീഷൻസ് പറഞ്ഞത്? U ഈക്വൽ ടു എന്താവണം? 0. എ എന്താവണം? കോൺസ്റ്റന്റ് ആണ്. ഇതിൻ്റെ
ഒരു മറുവശം നോക്കൂ. നേരെ തിരിച്ചാണ് വരുന്നതെങ്കിൽ കം ടു റെസ്റ്റ് ആണ്. കം ടു റെസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ ആണെങ്കിലും ഇത് പറ്റും. കംസ് ടു റെസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ അങ്ങനെയാണ് വരുന്നതെങ്കിൽ കം ടു റെസ്റ്റ് വിത്ത് കോൺസ്റ്റന്റ് റിട്ടാർഡേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എഴുതുന്നത് ഇങ്ങനെയാ. ഫൈനൽ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ ഈക്വൽ ടു -a ആണ് റിട്ടാർഡേഷൻ, അത് കോൺസ്റ്റന്റുമാണെങ്കിൽ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ഇത് ചെയ്യാം. പക്ഷേ ഇങ്ങനെ ആലോചിക്കണം. ഇവിടുന്ന് ഇങ്ങനെയാ വരുന്നത്, ഇവിടുന്ന് തുടങ്ങി ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ ഒരു ടി സമയമുണ്ട്, അതിനേക്കാൾ കുറവ് സമയമായിരിക്കും, ദൂരമായിരിക്കും അടുത്ത ടി സെക്കൻഡിൽ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അടുത്ത ടി സെക്കൻഡിൽ അതിനേക്കാൾ കുറവ് സമയമായിരിക്കും. ആദ്യം സഞ്ചരിച്ച ദൂരത്തെ S1 എന്നും രണ്ടാമത് സഞ്ചരിച്ച ദൂരത്തെ S2 എന്നും മൂന്നാമത് സഞ്ചരിച്ച ദൂരത്തെ S3 എന്നും കണക്കാക്കിയാൽ എങ്ങനെയായിരിക്കും ഈ റേഷ്യോ വരിക എന്നറിയോ? ഇവിടെ ഫൈനലാണ് v = 0 ആയത്, ഇവിടെ u ഉണ്ട്. ഇങ്ങനെ വരുമ്പോൾ S1 ഈസ് S2 ഈസ് S3 ബാക്ക് എന്ന് കണ്ടുപിടിക്കണം. 5 ഈസ് 3 ഈസ് 1 ആയിരിക്കും. എന്ന് പറഞ്ഞാൽ S1 = ഒരു 5s ആണെങ്കിൽ, അല്ലെങ്കിൽ S1 ആണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ S2 എത്രയായിരിക്കും? S2 എന്ന് വരുന്നത് S1/S2 5 ആണ്. അപ്പോൾ നമുക്ക് S2 = S1/5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ S2 വരുന്നത് നോക്കൂ, അതിൽ ചെറിയൊരു മാറ്റമുണ്ട്, നോക്കാം. ഇവിടെ നമുക്ക് S1/S2 വരുന്നത് S2 ആണ് കാണേണ്ടതെങ്കിൽ S1/S2 = 5/3 ആണ്. അങ്ങനെയാണെങ്കിൽ S2 = ആരായിരിക്കും? 3S1 ആരാ? 5 ആണ് ആൻസർ വരിക. ഇനി നമുക്ക് S1 കാണണമെന്നിരിക്കട്ടെ, S3 കാണണമെന്ന്. അപ്പോൾ S1/S3 = എത്രയായിരിക്കും വരിക? 5/1 ആണ്. അങ്ങനെയാണെങ്കിൽ S3 = ആരായിരിക്കും? S3 = S1/5 ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് റിട്ടാർഡേഷൻ വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. അപ്പോൾ ഗലീലിയൻ ഓഡ് നമ്പറിലെ അടുത്തൊരു പോയിന്റ് നോക്കിയാൽ, ഇവിടെ നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണെങ്കിൽ ആദ്യത്തെ ടി സെക്കൻഡിൽ പോയ ദൂരം എത്രയാ? S1. അടുത്ത ടി സെക്കൻഡിൽ പോയ ദൂരമോ? അത് S2 ആണ്. അടുത്ത ടി സെക്കൻഡിൽ പോയ ദൂരം S3യുമാണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്, ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണ് എങ്കിൽ നോക്കണം. ഞാൻ ഈ ഒന്നാമത്തെ ഇവിടുത്തെ V1 കാണാൻ പോവാം. ആ V1 കാണണമെങ്കിൽ V1 = u + at ആണ്. അപ്പോൾ അവിടെ വരുന്നത് at ആയിരിക്കും, u 0 ആണ്. ഇനി ഈ രണ്ടാമത്തെ ഈ പോയിന്റിലെ V2 കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ടോട്ടൽ ഇവിടുന്ന് എടുക്കണം. അങ്ങനെയാണെങ്കിൽ u 0 പോയി a × 2t എന്ന് പറഞ്ഞാൽ 2v1 ആയിരിക്കും. മൂന്നാമത്തെ ഈ പോയിന്റിൽ V3 എടുത്തു കഴിഞ്ഞാൽ 3v1 എന്നായിരിക്കും കിട്ടുക. അങ്ങനെയാണെങ്കിൽ ഗലീലിയൻ ഓഡ് നമ്പറിനെ നമുക്ക് മറ്റൊരു രീതിയിൽ വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ടിയിൽ S1 ആണ് ദൂരം, അടുത്ത ടിയിൽ S2 ആണ് ദൂരം, മുറിച്ചാ വരുന്നത്. അടുത്ത ടിയിൽ S3 ആണ് ദൂരം, അടുത്ത ടിയിൽ S4 ആണ്
ദൂരമെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, u0 ആവണം, a എന്താവണം, കോൺസ്റ്റൻ്റ് ആവണം. S1 ഈസ് ടു S2 ഈസ് ടു S3 ഈസ് ടു S4 എത്രയാ, 1 ഈസ് ടു 3 ഈസ് ടു 5 ഈസ് ടു 7. അടുത്തത് ഇവിടെ V1 V2 V3 V4 ആണെങ്കിൽ അതിൻ്റെ റേഷ്യോ എന്തായിരിക്കും, V1 ഈസ് ടു V2 ഈസ് ടു V3 ഈസ് ടു V4 ഈക്വൽ ടു 1 ഈസ് ടു 2 ഈസ് ടു 3 ഈസ് ടു 4 ആയിരിക്കും. ആ ഒരു കാര്യം കൂടെ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കി വെക്കണം. അപ്പോൾ ഈ ഗലീലിയൻ ഓഡ് നമ്പർ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ എ കോൺസ്റ്റൻ്റ് ആണെങ്കിൽ യൂസ് ചെയ്യാം. എന്ന് പറഞ്ഞാൽ 7 കാര്യങ്ങൾ. V ഈക്വൽ ടു യു പ്ലസ് എ ടി, S ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, V സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as, S ഈക്വൽ ടു V പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി, Sn ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു n മൈനസ് ഹാഫ്, V ആവറേജ് ഈക്വൽ ടു V പ്ലസ് യു ബൈ 2, ഗലീലിയൻ ഓഡ് നമ്പർ 1:3:5 എക്സെട്ര, വെലോസിറ്റിയുടെ റേഷ്യോ 1:2:3 എക്സെട്ര. ഇതിൻ്റെ കണ്ടീഷൻ മറക്കരുത്, റേഷ്യോ ഓഫ് ദ ഡിസ്റ്റൻസസ് കവേർഡ് ഇൻ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ആണ്. ഇത് ടോട്ടൽ അല്ല, ഓരോ മുറിച്ച ഭാഗങ്ങളാണ്. മറ്റൊരു കാര്യം ഇതിൽ വന്നത് റിട്ടാർഡേഷനുമായി ബന്ധപ്പെട്ട് തിരിച്ചു പറയാവുന്നത്. തിരിച്ചും മറിച്ചും പറയുമ്പോൾ അതിൽ നിന്ന് S2 S3 S4 ഇൻ ടേംസ് ഓഫ് S1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതും കൂടെ ഓർത്ത് വെക്കണം. ഇത് സ്പീഡപ്പ് ആയാലേ ഇതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ കഴിയുള്ളൂ. മോഷൻ അണ്ടർ ഗ്രാവിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു മോഷൻ എക്സാമ്പിളാണ്. അപ്പോൾ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത് അല്ലേ. ആക്സിലറേഷൻ കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ആദ്യം ആക്സിലറേഷൻ ആരാന്ന് നോക്കാം. അത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ, അതാണ് ആദ്യത്തെ ചോദ്യം. അപ്പോൾ അത് നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന നേരത്ത് ഒരുപാട് ആളുകൾ തെറ്റിക്കാറുണ്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പോസിറ്റീവുമല്ല നെഗറ്റീവുമല്ല. ജി ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്. ജി എപ്പോഴും താഴോട്ടാണ്. അത് മാത്രമേ നമുക്കറിയൂ. പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. അപ്പോൾ അതാണ് പഠിച്ചു വെക്കേണ്ടത്. പോസിറ്റീവും നെഗറ്റീവും ഒക്കെ നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ ജി ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ് ആണ്. അതാണ് പഠിച്ചു വെക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ കേസുകൾ നോക്കാം. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻസ് യൂസ് ചെയ്യുന്നതൊക്കെ പഠിയും. നോക്കും. ഒരു കേസ് 1. കേസ് 1 എ ബോഡി ഡ്രോപ്ഡ് ഫ്രം എ സർട്ടൺ ഹൈറ്റ്. ഇതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഹൈറ്റിൽ നിന്ന് ഒരു ബോഡിയെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ നോക്കൂ, നമുക്ക് ആ പിക്ചർ വരക്കാം ആദ്യം. ഇവിടുന്നാണ് ആ ബോഡി ഡ്രോപ്പ് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ താഴോട്ട് ഇത് വരും. അപ്പോൾ ഇതിൽ നോക്കൂ, നിങ്ങൾ സൈൻ കൺവെൻഷനാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. ഇവിടെ വെലോസിറ്റി എങ്ങോട്ടാ, താഴോട്ട്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാ, താഴോട്ട്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാ, താഴോട്ട്. നമുക്ക് ഒരു ഡയറക്ഷനേ ഉള്ളൂ. അതുകൊണ്ട് എങ്ങനെ എടുക്കാൻ വേണമെങ്കിൽ അതുകൊണ്ട് ഞാൻ താഴോട്ട് പോസിറ്റീവ് എടുക്കണം. ഇനി ഇത് മുകളിലോട്ട്, അപ്പോൾ ആരായിരിക്കും, നെഗറ്റീവാണ്. ഇത് നമുക്കിവിടെ ആവശ്യം വരൂല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഒന്നാമത്തെ കഥ ഇതാണ്. ഡ്രോപ്പ് ചെയ്തു എന്ന് പറഞ്ഞാൽ u ഈക്വൽ ടു 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0. ഈ അടുത്തത് കിട്ടേണ്ടത് ആക്സിലറേഷൻ ആണ്. അത് g ആണ്. അത് എങ്ങോട്ടാ, താഴോട്ടാ. താഴോട്ടാണെങ്കിൽ പ്ലസ് ആണ് നമ്മൾ അസ്യൂം ചെയ്തത്. അപ്പോൾ പ്ലസ് ജി. ഇനി ഒരാൾ മൈനസ് ജി അസ്യൂം ചെയ്തു പോയാലും കുഴപ്പമില്ല. താഴോട്ട് നെഗറ്റീവ് ആണെങ്കിൽ മുകൾക്ക് പോസിറ്റീവ്.
അങ്ങനെയാണെങ്കിൽ ഇനി അറിയേണ്ടത് ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റ് ഇതാ, ഇനീഷ്യൽ ടു ഫൈനൽ, ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് വരിക. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഹൈറ്റ് എച്ച് ആണെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് താഴോട്ടാണെന്ന് മനസ്സിലാവും. ഇനീഷ്യൽ ടു ഫൈനൽ അതാണ് ഡയറക്ഷൻ. അപ്പം ഞാനതിന് പ്ലസ് എച്ച് എന്നാണ് കൊടുക്കേണ്ടത്. ഈ 3 കാര്യങ്ങൾ നമുക്കറിയാമെങ്കിൽ ബാക്കി കണ്ടുപിടിക്കാം. ഒന്ന് നമ്മൾ കാണേണ്ടത്, നോക്കൂ, താഴോട്ട് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇത് -g ആവും, ഇത് -h ആവും. ആൻസറൊക്കെ ഇനി സെയിമാ കിട്ടുക. അപ്പോൾ ആദ്യം നമുക്ക് കാണേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. അത് കാണുകയാണെങ്കിൽ നോക്കൂ, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. നമുക്ക് താഴെ എത്താനെടുക്കുന്ന സമയം, അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എസ് ഈക്വൽ ടു ut പ്ലസ് ഹാഫ് at² ആണ്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ആരാ, പ്ലസ് എച്ച് ആണ്. ut എത്രയാ, 0. ഇവിടെ എ ജി പ്ലസ് ആയതുകൊണ്ട് ഹാഫ് g(t²) ആണ് കിട്ടുക. ഇനി എങ്ങാനും താഴോട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇവിടെ -h, ഇവിടെ -g, 2 മൈനസും പോയിക്കോളും. അപ്പോൾ നോക്കൂ, ഇവിടുന്ന് നമുക്ക് ടൈം കിട്ടുന്നത് √2h/g എന്നായിരിക്കും. അപ്പോൾ ഇതാണ് താഴോട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ടൈം ഓഫ് ഫ്ലൈറ്റ് വരുന്നത്. എന്താ ഇക്വേഷൻ? √2h/g. ഇത് പെട്ടെന്ന് കിട്ടണം. ഇനി ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചാൽ നമുക്ക് കിട്ടേണ്ടത് ഇവിടെ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഫൈനൽ വെലോസിറ്റി എന്താണെന്ന് കിട്ടണം. വെലോസിറ്റി ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക്. താഴെ എത്തുന്ന സമയത്തെ വെലോസിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ സ്ട്രൈക്കിംഗ് വെലോസിറ്റി കാണാം. നമുക്ക് സ്ട്രൈക്കിംഗ് വെലോസിറ്റി കാണണമെങ്കിൽ നമുക്ക് ഒരുപാട് ഡാറ്റകൾ അറിയാം. സ്ട്രൈക്കിംഗ് വെലോസിറ്റി v എന്ന് കാണുമ്പോൾ നോക്കും, നമ്മൾ കൊടുക്കേണ്ട ഇക്വേഷൻ ഇതാണ്. v² ഈക്വൽ ടു ആരാ, u² പ്ലസ് 2as ആണ്. അങ്ങനെയാണെങ്കിൽ v² ഈക്വൽ ടു 2 × g × h ആണ്. ഇനി താഴോട്ട് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ -g -h പ്ലസ് ആവും. അപ്പോഴും സ്ട്രൈക്കിംഗ് വെലോസിറ്റി കിട്ടുക v ഈക്വൽ ടു ആരായിരിക്കും, √2gh ആണ്. എന്തായിരുന്നു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ വന്നത് √2h/g. എന്താ സ്ട്രൈക്കിംഗ് വെലോസിറ്റി വന്നത്? √2gh ആണ്. ഇനി നോക്കൂ, ഈ ഒരു കേസിൽ ഗലീലിയൻ ഓഡ് നമ്പറും യൂസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയോ ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നല്ലോ ഗലീലിയൻ ഓഡ് നമ്പറിന്. u ഈക്വൽ ടു എന്താവണം, 0 ആവണം. ഇവിടെ u 0 ആണ്. ഇവിടുത്തെ ആക്സിലറേഷൻ കോൺസ്റ്റൻറ്റുമാണ്, അത് g ആ. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈമിൽ അത് കവർ ചെയ്യുന്ന ഡിസ്റ്റൻസിൻ്റെ റേഷ്യോ s1:2, s2:2, s3 എക്സെട്രാ ഈക്വൽ ടു ആരായിരിക്കും, 1:3, 5:7 എക്സെട്രാ. ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇവിടെ. അങ്ങനത്തെ ഒരു കേസാണിത്. ഇനി ഇവിടെ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ മറ്റ് ചില ഡാറ്റകൾ തന്നാൽ ചിലപ്പോൾ പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ടാവും. എന്തായിരുന്നു ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ? √2h/g. ഞാൻ ഈ എഴുതുന്ന ഇക്വേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടണം. അതിനി വേറെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, അത് കാണാതെ പഠിക്കുക പെട്ടെന്ന്. ഈ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ ചിലപ്പോൾ സ്ട്രൈക്കിംഗ് വെലോസിറ്റി തരും. വെലോസിറ്റി തന്നാൽ v ഈക്വൽ ടു u പ്ലസ് at ആണല്ലോ. സ്ട്രൈക്കിംഗ് വെലോസിറ്റി തന്നാൽ u 0 ആയതുകൊണ്ട് a(g) കൊടുത്താൽ സ്ട്രൈക്കിംഗ് വെലോസിറ്റിയിൽ നമുക്ക് v ഈക്വൽ ടു എന്ത് കിട്ടും, gt കിട്ടും. അപ്പോൾ അവിടുന്ന് ടൈം കണ്ടൂടെ, കാണാം. t ഈക്വൽ ടു ആരാ, v/g. ഇങ്ങനെ നമുക്ക് വേണമെങ്കിൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. അല്ലെങ്കിൽ വേറെ നോക്കൂ നിങ്ങൾ, ഇവിടുന്ന് നമുക്ക് കണ്ടെത്താവുന്ന മറ്റൊരു കാര്യം ഇതാണ്. ഈ സ്ട്രൈക്കിംഗ് വെലോസിറ്റി തന്നാൽ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാനുള്ള മറ്റൊരു ഇക്വേഷൻ എസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ എസ് ഈക്വൽ ടു v പ്ലസ് u/2 × t. അങ്ങനെയും നമുക്ക് അത് കാണാം. എസിൻ്റെ അവിടെ നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എച്ച് ആണ് കൊടുക്കുന്നതെങ്കിൽ എച്ച് ഈക്വൽ ടു v/2 × t
അല്ലെങ്കിൽ ടി ഈക്വൽ ടു 2h/v. അപ്പോൾ ഇതൊക്കെ ഇക്വേഷൻ വരും. ഈ ഇക്വേഷൻ ഒന്നും കാണാതെ പഠിക്കരുത്. ഇതൊക്കെ നമ്മൾക്ക് അവിടെ ആ ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് √2h/g √2gh മറക്കരുത്. അത് പെട്ടെന്ന് കിട്ടണം. അങ്ങനെയാണെങ്കിൽ ഇതേ മോഷനിൽ എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് കവേർഡ് ഇൻ nth സെക്കൻഡ് കാണാം. അതും നമുക്ക് ഈ മോഷനിൽ പറ്റുന്ന ഒന്നാണ്. എ കോൺസ്റ്റൻ്റ് ആണല്ലോ, അതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ എന്തായിരുന്നു നമുക്ക് SNൻ്റെ ഇക്വേഷൻ? u + a × n-12. ഇതായിരുന്നു ഇക്വേഷൻ. അപ്പോൾ ഇവിടെ SN കാണാൻ u0 ആണ്, g × n-12. ഇത് ഇവിടെ വരുന്ന ഇക്വേഷനാണ് നമുക്ക്. SN = g × n-12. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കാണിച്ചു എന്നേ ഉള്ളൂ. ഇതൊന്നും കാണാതെ പഠിക്കണ്ട. ഈ ഒരു കേസിൽ കാണാതെ പഠിക്കേണ്ട ഇക്വേഷൻ ഒന്ന് ടൈം ഓഫ് ഫ്ലൈറ്റ് ആണ്. ആരാ അത്? √2h/g. ആരായിരുന്നു സ്ട്രൈക്കിംഗ് വെലോസിറ്റി? അത് √2gh ആണ്. അത് നമ്മൾ ഓരോന്നും ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ മറ്റൊരു തലം കേസ് 2 ആണ് നമ്മൾ പറയുന്നത്. കേസ് 2ൽ താഴോട്ട് തന്നെയാണ് പോകുന്നത്, പക്ഷേ അവിടെ താഴോട്ടൊരു വെലോസിറ്റി നമ്മൾ കൊടുക്കുന്നുണ്ട്. എ ബോഡി ത്രോൺ വെർട്ടിക്കലി ഡൗൺവേർഡ്, നേരെ താഴോട്ട് എറിയുകയാണെങ്കിൽ അപ്പം നമുക്ക് ഓരോ കാര്യങ്ങൾ അറിയണം. അപ്പോൾ u0 ആണോ? അല്ല. ആ ഒരു കേസിൽ എന്താ സംഭവിക്കാൻ നോക്കാം. അവിടെ നമ്മൾ ഈ ഇക്വേഷൻസ് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രേ ചെയ്തു നോക്കുന്നുള്ളൂ. പ്രോബ്ലം വേറെ വരുന്നുണ്ട്. ഇവിടെ ഒരു ബോഡി നമ്മൾ താഴോട്ടെറിയുമ്പോൾ ഇവിടെ u ഉണ്ട്. അത് താഴെ എത്തുന്നത് ഇതാ ഇവിടെയാണെങ്കിൽ ഈ ഹൈറ്റാണ് ആര്? h വരുന്നത്. സ്വാഭാവികമായും നമ്മൾ താഴോട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് താഴോട്ട് എന്തെടുത്തു? പോസിറ്റീവ്. മുകളിലോട്ട് നെഗറ്റീവ് എടുത്തു. തിരിച്ചെടുത്താൽ കുഴപ്പമുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ u എങ്ങോട്ടാ ആദ്യം കൊടുത്തത്? താഴോട്ട്, +u. a എങ്ങോട്ടാ? u താഴോട്ടാണ്. a എങ്ങോട്ടാ? താഴോട്ട്. അതാരാ? +g. s എങ്ങോട്ടാ? താഴോട്ട്. എന്തേ കാരണം? ഇനീഷ്യൽ ടു ഫൈനൽ, താഴോട്ടാ. അപ്പോൾ +h ആണ് വരിക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുമ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. അതെന്താണെന്നറിയോ? ഇവിടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടി വരും. നോക്കാം നമുക്ക്. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ s = ut + ½ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എസിൻ്റെ അവിടെ നമ്മൾ കൊടുക്കും +h എന്ന്. ut-ൻ്റെ അവിടെ ut വന്നു +12g_t². ഇവിടുന്ന് t സോൾവ് ചെയ്തെടുക്കണമെങ്കിൽ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വരും. ½ g t² + ut - h = 0. ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്താലേ ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നോക്കൂ, നിങ്ങൾ നേരത്തെ എന്ത് ചെയ്യുന്നു? ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ ഡ്രോപ്പ് ചെയ്യുമ്പോൾ √2h/g. ഇവിടെയോ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ടത് ½ g t² + ut - h = 0. അങ്ങനെയാണെങ്കിൽ സ്ട്രൈക്കിംഗ് വെലോസിറ്റി കാണണം. എന്തായിരുന്നു നേരത്തെ സ്ട്രൈക്കിംഗ് വെലോസിറ്റി കിട്ടിയത്? അത് വന്നത് √2gh ആണ്. എന്ത് മാറ്റമാണ് വരുന്നതെന്ന് നോക്കാം. സ്ട്രൈക്കിംഗ് വെലോസിറ്റി കാണാൻ v² = u² + 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. v² = u² തന്നെ 2gh വരിക. അങ്ങനെയാണെങ്കിൽ വിയുടെ ഇക്വേഷൻ എന്താ വരിക? v = √2gh. അല്ല, അവിടെ u² + 2gh ആണ് വരിക. നേരത്തെ വന്നതാരാ? √2gh ആണെങ്കിൽ ഇപ്പൊ താഴോട്ട് എറിയണ കേസ് ആണെങ്കിൽ വരുന്നത് v = √u² + 2gh എന്ന ഇക്വേഷൻ ആണ് വരിക. നോക്കൂ, ഇനി നമ്മൾ ബാക്കിയുള്ള ഇക്വേഷൻസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നോക്കിയാ, ഒന്ന്
നമ്മുടെ ഒരു ഇക്വേഷൻ v = u + at ഇല്ലേ? ആ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ v = u0 ആണോ? അല്ല. പ്ലസ് എ ആരാ? ജി ടി. ഇങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടി വരിക. രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ഇക്വേഷൻ s = v + u/2 × t. എസ് എന്ന് പറയുന്നത് ആരാ? h ആണ്. ഈക്വൽ ടു v + u. ഇതിൽ ആരെങ്കിലും ഒഴിവാക്കാനുണ്ടോ? ഇല്ല. v + u/2 × t എന്നാ വരിക. അടുത്തത് എസ് എൻ കാണേണ്ടി വരും. ഇവിടെ എസ് എൻ കാണേണ്ടി വരുമ്പോൾ എസ് എൻ ഈക്വൽ ടു u + a × n - ½ g × n - ½ ആ u പോകുന്നുണ്ടോ? ഇല്ല. അതും യൂസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ പറയാലോ. ഇവിടെ ആവറേജ് വെലോസിറ്റി കാണുകയാണെങ്കിൽ വി ആവറേജ് ഈക്വൽ ടു ആരാ? v + u/2. ഇതാ വരിക. അവിടെ u 0 അല്ല. അങ്ങനെയാണെങ്കിൽ ഈ മുമ്പത്തെ കേസിലോ ഇവിടെയും നമുക്ക് ആവറേജ് വെലോസിറ്റി പറയാം. എന്താ ആവറേജ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ വരിക? v ആവറേജ് ഈക്വൽ ടു v/2. എന്തേ കാരണം? u ഈക്വൽ ടു എന്താണ്? 0 ആണ്. അപ്പോൾ ഈ കേസിൽ വരുന്ന ആവറേജ് വെലോസിറ്റി ആരാണ്? സ്ട്രൈക്കിംഗ് വെലോസിറ്റി ബൈ 2 ആണ് വരുന്നത്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കേസ് വരുന്നത്. ഈ രണ്ടാമത്തെ കേസിലെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാൻ ½ GT² + ut - h = 0. എന്തായിരുന്നു? സ്ട്രൈക്കിംഗ് വെലോസിറ്റി √u² + 2gh. ഫസ്റ്റ് കേസിലെ ടൈം ഓഫ് ഫ്ലൈറ്റ് ആരായിരുന്നു? √2h/g. എന്തായിരുന്നു? സ്ട്രൈക്കിംഗ് വെലോസിറ്റി √2gh. അങ്ങനെയാണെങ്കിൽ നോക്കും. നമുക്ക് കേസ് 3 നോക്കാം. കേസ് 3 വരുന്നത് ഇതാണ്. നമ്മളൊരു ബോഡിയെ മുകളിലോട്ടാണ് എറിയുന്നതെങ്കിൽ നോക്കൂ, ഇങ്ങനെ ഒരു ബോഡി നമ്മൾ മുകളിലോട്ടൊരു u വെലോസിറ്റി കൊടുത്താൽ അത് മുകളിൽ പോയി താഴെ തിരിച്ചെത്തും. അപ്പോൾ അത് താഴെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചൊന്ന് മാറ്റി വരച്ചത്. ഇത് ആ ലൈനിൽ തന്നെയാണ് വരിക. ഇവിടെ മുകളിലോട്ട് പോകുന്നുണ്ടോ? ഉണ്ട്. താഴോട്ട് വരുന്നുണ്ടോ? ഉണ്ട്. മുകളിലോട്ട് ഞാൻ പോസിറ്റീവ് എടുത്തു, താഴോട്ട് നെഗറ്റീവ് എടുത്തു. അങ്ങനെയാണെങ്കിൽ തിരിച്ചെടുക്കാൻ പറ്റുമോ? പറ്റും. അതും കുഴപ്പമില്ല. നോക്കൂ, ഒന്നാമത്തെ കാര്യം യു എന്ന് പറയുന്നത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? യു എങ്ങോട്ടാ നോക്കിയാൽ മുകളിലോട്ടാണ്. അപ്പോൾ +u എന്നാണ് വരിക. ആക്സിലറേഷൻ ഇത് മുകളിലോട്ടായിരുന്നു. ആക്സിലറേഷൻ എങ്ങോട്ടാ? g ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്. അതൊന്ന് ഓർത്ത് വെച്ചോ, വളരെ ആവശ്യം വരും. തെറ്റിദ്ധാരണ മാറാനാ. അപ്പൊ g താഴോട്ടാണെങ്കിൽ നെഗറ്റീവാ, -g. എന്ത് തെറ്റിദ്ധാരണയെ മാറേണ്ടതെന്നറിയോ? -g ആണോ +g ആണോ? അങ്ങനെയല്ല. g ഈസ് ഓൾവേസ് ആക്ടിങ് ഡൗൺവേർഡ്. അത് ഞാൻ താഴോട്ട് കൊടുത്തതുകൊണ്ട് ഇത് -g ആയി. താഴോട്ട് ഞാൻ പോസിറ്റീവാണ് അസ്യൂം ചെയ്തതെങ്കിൽ അത് +gയും ഇത് -u ആവും. അങ്ങനെയാണെങ്കിൽ ഇത് ടോട്ടൽ പോയി വരുമ്പോൾ ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? ടോട്ടൽ മോഷൻ ആണെങ്കിൽ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ ഡിസ്പ്ലേസ്മെന്റ് 0 ആണ്. ഇതിൻ്റെ മാക്സിമം ഹൈറ്റ് ഞാൻ എടുക്കുന്നത് h ആണ്. അപ്പോൾ മാക്സിമം ഹൈറ്റ് അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ്. കാരണം താഴെന്ന് തുടങ്ങി മുകളിലെത്തി. മുകളിലോട്ട് ഇനീഷ്യൽ ടു ഫൈനൽ അത് +h ആണ് വരിക. ഇനി മുകളിലോട്ട് പോകുമ്പോൾ നോക്കൂ, വെലോസിറ്റി കുറയോ കൂടുമോ? അപ്വേർഡ് മോഷനിൽ വെലോസിറ്റി കുറഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ റിട്ടാർഡേഷൻ. അത് ഓക്കെയാണ്. മുകളിലോട്ട് പോകുമ്പോൾ വെലോസിറ്റി എന്താ? പോസിറ്റീവ്. ആക്സിലറേഷൻ താഴോട്ടായതുകൊണ്ട് നെഗറ്റീവ്. അപ്പോഴോ റിട്ടാർഡേഷൻ. ഇങ്ങനെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി കുറഞ്ഞ് കുറഞ്ഞ് വരുമ്പോൾ അറ്റ് ദ ഹൈയസ്റ്റ് പോയിന്റ്, ഹൈയസ്റ്റ് പോയിന്റിൽ ആ വെലോസിറ്റി എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും.
അപ്പോൾ അറ്റ് ദ ഹയസ്റ്റ് പോയിന്റ് വി ഈക്വൽ ടു എത്രയാണ്? 0 ആണ്. ഇനി ഡൗൺവേർഡ് മോഷൻ നോക്കുമ്പോൾ ഡൗൺവേർഡ് മോഷനിൽ ഇതാ ആ താഴോട്ടാണ് വരുന്നതെങ്കിൽ വെലോസിറ്റി കൂടിക്കൂടി വരുമോ കുറഞ്ഞു കുറഞ്ഞു വരുമോ? വെലോസിറ്റി കൂടിക്കൂടി വരും. അങ്ങനെയാണെങ്കിൽ ആരാ? ആക്സിലറേഷൻ. അപ്പോൾ താഴോട്ട് വരുമ്പോൾ വെലോസിറ്റി എന്താ? നെഗറ്റീവ്. താഴോട്ട് വരുമ്പോൾ ജി എങ്ങോട്ടാ? താഴോട്ട് നെഗറ്റീവ്. ഒരേ സൈൻ ആണെങ്കിൽ ആക്സിലറേഷൻ. ഇതാണ് വരിക. അങ്ങനെയെങ്കിൽ ഇനി നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കാണാം. ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുമ്പോൾ 3 ആളുകളെ കാണാനുണ്ട് നമുക്ക്. ടൈം ഓഫ് ഫ്ലൈറ്റിൽ ടോട്ടൽ ടൈം കാണുകയാണ് നമ്മൾ. ടോട്ടൽ ടൈം കാണുമ്പോൾ നോക്കൂ, മുകളിൽ പോയി താഴെ വരാനുള്ള ടൈമാണ്. അപ്പം ഈ ബോഡി ഇതാ ഇങ്ങനെ ഇവിടുന്ന് തുടങ്ങി മുകളിൽ പോയി ഇവിടെ എത്തുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഡിസ്പ്ലേസ്മെൻ്റ് എത്രയാണ്? 0. യു മുകളിലോട്ടുണ്ട്. യു ഈക്വൽ ടു പ്ലസ് യു ആണ്. എ ഈക്വൽ ടു മൈനസ് ജി ആണ്. ടൈമാണ് കാണേണ്ടത്. ഏതാ ഇക്വേഷൻ? എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയർ. അപ്പോൾ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ടി സ്ക്വയറിൽ കൊടുക്കുമ്പോൾ എസ് ഈക്വൽ ടു എത്രയാ? 0. യു ടി പ്ലസ് യു ടി ആണോ മൈനസ് യു ടി ആണോ? പ്ലസ് യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ ആണ്. ഇതിങ്ങോട്ട് കൊണ്ടുവന്നാൽ ഹാഫ് ജി ടി സ്ക്വയർ ഈക്വൽ ടു യു ടി ആ വരിക. ആ ടിയും സ്ക്വയറും കൂടെ പോയാൽ ടി ഈക്വൽ ടു 2u/g എന്നാണ് വരിക. ഇതാണ് ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. ഒരു ബോഡിയെ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ടോട്ടൽ ടൈം ഓഫ് ഫ്ലൈറ്റിൻ്റെ ഇക്വേഷൻ. ഇതിൽ നമുക്ക് ടൈം ഓഫ് അസെൻറ്റ് കാണേണ്ടി വരും. മുകളിലോട്ട് മാത്രം പോവാനുള്ള ടൈമാണ് നമ്മൾ കാണുന്നതെങ്കിൽ നോക്കിയാ. അപ്പോൾ നമ്മൾ മുകളിൽ വരെയുള്ള മോഷൻ കൺസിഡർ ചെയ്താൽ മതി. ഇവിടുന്ന് തുടങ്ങിയതാ ഇവിടെ എത്തി. ഇവിടെ വെലോസിറ്റി എത്രയാ? 0. യു വെലോസിറ്റിയിൽ എറിഞ്ഞു. ഇതാണ് ഡിസ്പ്ലേസ്മെൻറ്റ് എച്ച് വരിക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ടൈമിൽ കൊടുക്കുകയാണെങ്കിൽ നോക്കിയാ നമുക്ക് ഈ ഇക്വേഷൻ വി ഈക്വൽ ടു യു പ്ലസ് എ ടിയിലൊന്ന് കൊടുത്തു നോക്കാം. ഫൈനൽ വെലോസിറ്റി എത്രയാ? 0. യു എത്രയാ? പ്ലസ് യു മൈനസ് ജി ടി. അപ്പോൾ ടി ഈക്വൽ ടു കിട്ടും u/g. ഇതാണ് ടൈം ഓഫ് അസെൻറ്റ് വരിക. ഇത് ടോട്ടൽ ടൈമിൻ്റെ പകുതിയാണ്. എത്രയാ ടോട്ടൽ ടൈം? 2u/g ആണ്. അപ്പോൾ ടോട്ടൽ ടൈമിൻ്റെ പകുതിയാണ് ടൈം ഓഫ് അസെൻറ്റ്. ടൈം ഓഫ് ഡിസെൻറ്റ് കാണണമെങ്കിൽ, താഴോട്ട് വരുന്ന ടൈം കാണണമെങ്കിൽ ടോട്ടൽ ടൈമിന്ന് ടൈം ഓഫ് അസെൻറ്റ് കുറച്ചാൽ മതി. ഈക്വൽ ടു 2u/g മൈനസ് u/g. 2u/gന്ന് 1u/g പോയാൽ ടൈം ഓഫ് ഡിസെൻറ്റും u/g കിട്ടും. എന്ന് പറഞ്ഞാൽ ടോട്ടൽ ടൈം എത്രയാ? 2u/g. ടൈം ഓഫ് അസെൻറ്റ് എത്രയാ? u/g. ടൈം ഓഫ് ഡിസെൻറ്റ് എത്രയാ? u/g ആണ് വരിക. ഇതാണ് ടൈമുകളുടെ റിലേഷൻ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, ഇത് നമുക്ക് കിട്ടുന്നത് എയർ റെസിസ്റ്റൻസ് ഇല്ലാത്തപ്പോഴാണ്. അപ്പോൾ ഉള്ള കേസ് നമ്മൾ വേറെ പറയും. അപ്പം നോ എയർ റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചത് ടൈമുകളാണ്. ഇനി നമുക്ക് വേണ്ടത് ആരാണെന്നറിയോ? സ്ട്രൈക്കിംഗ് വെലോസിറ്റി നോക്കാം, അല്ലെങ്കിൽ മാക്സിമം ഹൈറ്റ് നോക്കാം. ആദ്യം എത്ര ഹൈറ്റ് വരെയാണ് ഇത് പോയത് എന്നറിയണം. മാക്സിമം ഹൈറ്റ്. മാക്സിമം ഹൈറ്റ് കാണാൻ ഏതുവരെയുള്ള മോഷൻ കൺസിഡർ ചെയ്താൽ മതി? ഇവിടുന്ന് ഇതുവരെയുള്ള മോഷൻ കൺസിഡർ ചെയ്താൽ മതി. ഈ വെലോസിറ്റി യു,
ഇവിടുത്തെ വെലോസിറ്റി എത്രയാ? 0. എ ഈക്വൽ ടു എത്രയാ? -g. ഇനീഷ്യൽ ടു ഫൈനൽ, അതാണ് എസ് ഈക്വൽ ടു +h വരും, മുകളിലോട്ട് പ്ലസ്സാ. അപ്പോൾ നമ്മൾ ഇവിടെ v² ഈക്വൽ ടു u² + 2as സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ v² 0, u² -2gh എന്നാ വരിക. കാരണം a - g ആ. അപ്പോൾ എച്ചിൻ്റെ ഇക്വേഷൻ കിട്ടും. എന്താ എച്ചിൻ്റെ ഇക്വേഷൻ വരിക? u² ഡിവൈഡഡ് ബൈ 2g. ഇതാണ് മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ വരുന്നത്. എന്താ മാക്സിമം ഹൈറ്റിൻ്റെ ഇക്വേഷൻ? u² ഡിവൈഡഡ് ബൈ 2g ആണ് വരിക. ഇനി നമുക്കറിയാനുള്ളത് മറ്റൊന്ന് സ്ട്രൈക്കിംഗ് വെലോസിറ്റിയാണ്. സ്ട്രൈക്കിംഗ് വെലോസിറ്റി നോക്കാം നമുക്ക്. സ്ട്രൈക്കിംഗ് വെലോസിറ്റി എന്ന് പറയുമ്പോൾ താഴെ എത്തുമ്പോഴുള്ളതാണ് അല്ലേ? താഴെ എത്തുമ്പോൾ നോക്കൂ, ഇവിടുന്ന് തുടങ്ങി ഇത് ദാ ഇവിടെ എത്തിക്കുകയാണെങ്കിൽ ഇതാരാ? യു. ഇവിടുത്തെ വെലോസിറ്റി എങ്ങോട്ടാ? താഴോട്ട്. അതാരാ? വി. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ എസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി എന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എസ് ഈക്വൽ ടു എത്രയാ? 0. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണ്. വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി 0 ആണെന്നർത്ഥം. ടൈം 0 ആവാൻ കഴിയില്ല. വി പ്ലസ് യു ബൈ 2 ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് കിട്ടും സ്ട്രൈക്കിംഗ് വെലോസിറ്റി ഈക്വൽ ടു -u. എന്തേ അവിടെ മൈനസ് വരാൻ കാരണം? ഡയറക്ഷൻ മാറിയിട്ടുണ്ട്, താഴോട്ടായി. അപ്പോൾ ഏത് വെലോസിറ്റിയിലാണോ നമ്മൾ മുകളിലോട്ട് പറഞ്ഞയച്ചത് അതേ വെലോസിറ്റിയിൽ തന്നെ താഴോട്ട് വരും. അതാണ് അവിടുത്തെ പ്രത്യേകത. ഇപ്പം ഞാൻ ഒരു ഗണ്ണെടുത്തിട്ട് മുകളിലോട്ട് വെടിവെച്ചു എന്ന് കരുതുക. ആ ബുള്ളറ്റ് ഒരു 150 മീറ്റർ/സെക്കൻഡിലാണ് മുകളിലോട്ട് പോയതെങ്കിൽ താഴെ നമ്മുടെ തലയിൽ വന്ന് തറക്കുന്നതും 150 മീറ്റർ/സെക്കൻഡ് വെലോസിറ്റിയിലായിരിക്കും. അപ്പോൾ സ്ട്രൈക്കിംഗ് വെലോസിറ്റി ഈക്വൽ ടു ഇനീഷ്യൽ വെലോസിറ്റി ആണ് വിത്ത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇനി നമുക്കിവിടെ പല ഇക്വേഷൻസും യൂസ് ചെയ്യേണ്ടി വരും. ഒന്ന് ഇതാണെങ്കിൽ വി ഈക്വൽ ടു യു പ്ലസ് എ ടി നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് വി ഈക്വൽ ടു യു ഒക്കെ പ്ലസ് ആണ്, -GT എന്നാ കിട്ടുക. ഇവിടെ നിങ്ങൾക്ക് രണ്ട് ആൻസർ വരാം വെലോസിറ്റി. ആ വെലോസിറ്റി പോസിറ്റീവ് കിട്ടാം, അല്ലെങ്കിലോ നെഗറ്റീവും വരാം. പോസിറ്റീവ് ആണെങ്കിൽ അത് മുകളിലോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, നെഗറ്റീവ് ആണെങ്കിൽ അത് താഴോട്ടാ വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം മുകളിലോട്ട് പോസിറ്റീവും താഴോട്ട് നെഗറ്റീവുമാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇക്വേഷൻ നമുക്ക് യൂസ് ചെയ്യാനുള്ളത് എസ് എന്നിൻ്റെ ഇക്വേഷനാണ്. എസ് എൻ ഈക്വൽ ടു യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ്. ഈ ഇക്വേഷൻ യൂസ് ചെയ്യുമ്പോൾ എസ് എൻ ഈക്വൽ ടു ഇതാ യു എത്രയാ? പ്ലസ് യു. എ ആരാ? -G ഇൻറ്റു എൻ മൈനസ് ഹാഫ്. ഇങ്ങനെയാണ് സൈനുകൾ നമ്മൾ ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ എസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി, അതിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ താഴോട്ട് അല്ല മുകളിലോട്ട് നമ്മൾ എറിയുമ്പോൾ വരുന്നത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പെട്ടെന്ന് കിട്ടേണ്ടത് ടൈം ഓഫ് ഫ്ലൈറ്റ്. അതാരാ? 2u/g. മാക്സിമം ഹൈറ്റ് അതാരാ? u² ബൈ 2g. അടുത്തത് സ്ട്രൈക്കിംഗ് വെലോസിറ്റി അതാരാ? -u. ഈ ഇക്വേഷൻസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഇക്വേഷൻ. ഇതിന് ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്, ഇത് പെട്ടെന്ന് കിട്ടിക്കോണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂന്നാമത്തെ കേസ് നോക്കാം. കേസ് 4 ആണ് നമ്മൾ പറയുന്നത്. കേസ് 4 എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ഈ മുകളിലോട്ടെറിയുന്നത് ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്നാണ് അറിയേണ്ടത്. ഒന്ന് ഇതാ, ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് h ആണെങ്കിൽ ഇവിടുന്ന് നമ്മൾ ഒരാളെ പ്രൊജക്റ്റ് ചെയ്താൽ അത് മുകളിൽ പോയി ഇതാ താഴെ എത്തുന്നു. മുകളിലോട്ടും താഴോട്ടും പോകുന്നത് കൊണ്ട് മുകളിലോട്ട് പോസിറ്റീവും താഴോട്ട് നെഗറ്റീവും കൊടുത്താൽ
ഒന്നാമത്തെ കാര്യം യു എങ്ങോട്ടാ നോക്കിയാ മുകളിലോട്ട്, അതുകൊണ്ട് പ്ലസ് യു. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങോട്ടാ, എപ്പോഴും താഴോട്ട് മൈനസ് ജി. അങ്ങനെയാണെങ്കിൽ ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇനീഷ്യൽ ടു ഫൈനൽ. ഡിസ്പ്ലേസ്മെന്റ് നോക്കിയാ തെറ്റിക്കുന്ന കാര്യമാണത്. ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ടു എച്ച് അല്ല മൈനസ് എച്ച് ആണ് വരിക. ഇതിൻ്റെ ടൈം കാണണമെങ്കിൽ നോക്കൂ, ടൈം ഓഫ് ഫ്ലൈറ്റ് കാണുന്ന സമയത്ത് ഇതാണ് വരിക. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കൂ ഇതാണ് വരുന്നത്. എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എസ് ആരാ മൈനസ് എച്ച് ആ, യു ടി മൈനസ് ഹാഫ് ജി ടി സ്ക്വയർ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യണം. എന്താ വരിക എന്നറിയോ, ഹാഫ് ജി ടി സ്ക്വയർ പ്ലസ് യു ടി ആയിരുന്നു നേരത്തെ, ഇവിടെ മൈനസ് യു ടി മൈനസ് എച്ച് ഈക്വൽ ടു 0. നോക്കിയ ഞങ്ങൾ ഏതായിരുന്നു പ്ലസ് യു ടി വന്നത്, താഴോട്ടെറിയുമ്പോൾ, ഒരു ബിൽഡിങ്ങിന്റെ താഴോട്ടെറിയുമ്പോൾ ഹാഫ് ജി ടി സ്ക്വയർ പ്ലസ് യു ടി മൈനസ് എച്ച് ഈക്വൽ ടു 0. ഒരു ബിൽഡിങ്ങിന്റെ മുകളിലോട്ടെറിയുമ്പോൾ ഹാഫ് ജി ടി സ്ക്വയർ മൈനസ് യു ടി മൈനസ് എച്ച് ഈക്വൽ ടു 0. ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് കിട്ടാനുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ഇനി അവിടെ നമുക്ക് മാക്സിമം ഹൈറ്റ് വേണമെങ്കിൽ കാണാം. മാക്സിമം ഹൈറ്റിൽ മാറ്റം വരില്ല. മാക്സിമം ഹൈറ്റ് എന്ന് പറയുമ്പോൾ ആ ബോളിന് അറിയില്ല ഇങ്ങനൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നാണ് പോയത് എന്നൊന്നും. അപ്പോൾ ഇവിടെ നമ്മൾ ഇതാണ് ആ ബിൽഡിംഗ് എങ്കിൽ ആ ബിൽഡിങ്ങിന്റെ ഹൈറ്റ് ആണ് എച്ച് എങ്കിൽ ഇത് ഇവിടെ ഒരു മാക്സിമം ഹൈറ്റ് പോയി, ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് വരും. ഇത് ടോട്ടലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ ടോട്ടൽ എച്ച് ഈക്വൽ ടു ആദ്യത്തെ എച്ച് പ്ലസ് യു സ്ക്വയർ ബൈ 2g ആയിരിക്കും. അതങ്ങനെ വരാം. അപ്പോൾ അത് നമ്മൾ ആദ്യം കണ്ടുപിടിച്ചതാ, യു സ്ക്വയർ ബൈ 2g. അതങ്ങനെ വരും. ഇത് ടോട്ടൽ എടുക്കുമ്പോഴേ പ്രശ്നം വരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ അടുത്തത് നമുക്ക് കാണാനുള്ളത് എന്താ, സ്ട്രൈക്കിംഗ് വെലോസിറ്റിയാണ്. സ്ട്രൈക്കിംഗ് വെലോസിറ്റി താഴെ എത്തുമ്പോഴുള്ള വെലോസിറ്റിയാ കാണേണ്ടത്. അത് കാണാൻ നോക്കിയ വെലോസിറ്റി വി കാണണം. ഏതാ ഇക്വേഷൻ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as ആണ്. വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പോസിറ്റീവാ, എ ആരാ മൈനസ് ജി ഇൻറ്റു എസ്ഒ മൈനസ് എച്ച് പ്ലസ് 2as ഇങ്ങനെയാ, അത് പ്ലസ്സാ വരിക. അങ്ങനെയാണെങ്കിൽ നോക്കൂ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2gh എന്ന് പറഞ്ഞാൽ വി ഈക്വൽ ടു ആരാ റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് 2gh ആണ്. ഇത് നിങ്ങൾക്ക് മുമ്പ് കണ്ട് പരിചയമുണ്ടോ? ഉണ്ട്. എവിടെ? നമ്മൾ താഴോട്ടെറിഞ്ഞല്ലോ, അപ്പോഴും ഇതേ സ്ട്രൈക്കിംഗ് വെലോസിറ്റിയാ വന്ന് റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് 2gh എന്ന് വന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് ഒരു ബോഡിയെ ഞാൻ മുകളിലോട്ട് യു വെലോസിറ്റിയിൽ എറിഞ്ഞു, മറ്റൊരു ബോഡിയെ താഴോട്ടും അതേ യു വെലോസിറ്റിയിൽ എറിഞ്ഞാൽ ഇത് ദാ എ ആണ് ബോഡിയെങ്കിൽ ഇത് ബി ആണ് ബോഡിയെങ്കിൽ താഴെ എത്തുമ്പോൾ രണ്ടാളുടെയും വെലോസിറ്റി സെയിം ആയിരിക്കും. വി എ ഈക്വൽ ടു വി ബി ഈക്വൽ ടു എന്താ കിട്ടുക, റൂട്ട് ഓഫ് യു സ്ക്വയർ പ്ലസ് 2gh എന്നാണ് കിട്ടുക. ഈ ഒരു പോയിന്റ് വളരെ നന്നായിട്ട് എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. അങ്ങനെയാണെങ്കിൽ ഇനിയും നമുക്കുണ്ടല്ലോ ഈ ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണെങ്കിൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻസ്. ഒന്നാരാ, വി ഈക്വൽ ടു യു പ്ലസ് എ ടി. ആ പ്ലസ് എ ടിയിൽ മൈനസ് ജി ടി ആ വരിക. ആ സമയത്ത് വെലോസിറ്റി രണ്ട് ആൻസർ വരാം. ഒന്നുകിൽ പോസിറ്റീവ് വരാം, പോസിറ്റീവ് ആണെങ്കിൽ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്, മുകളിലോട്ട്. നെഗറ്റീവ് വരാം, താഴോട്ടാ പോയിക്കൊണ്ടിരിക്കുക. അടുത്ത ഇക്വേഷൻ ഉണ്ടല്ലോ, എസ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ 2 ഇൻറ്റു ടി. ആ എസ് കിട്ടുന്നത് നോക്കൂ, വി പോസിറ്റീവ് നെഗറ്റീവ് ആവാം, അതിനനുസരിച്ച് മാറുന്ന ഇക്വേഷനിൽ എസ് പോസിറ്റീവ് കിട്ടിയാൽ
അതിനർത്ഥം മുകളിലോട്ട്, എസ് നെഗറ്റീവ് കിട്ടിയാൽ അതിനർത്ഥം താഴോട്ട്. അങ്ങനെയാണെങ്കിൽ എസ് എന്നിൻ്റെ ഇക്വേഷനില്ലേ ഉണ്ട്. ആ എസ് എന്നിൻ്റെ ഇക്വേഷൻ എന്താ? യു പ്ലസ് എ ഇൻറ്റു എൻ മൈനസ് ഹാഫ് യു മൈനസ് ജി ഇൻറ്റു എൻ മൈനസ് ഹാഫ് എന്നാണ് എസ് എന്നിൻ്റെ ഇക്വേഷൻ വരിക. എന്താ വി ആവറേജിൻ്റെ ഇക്വേഷൻ? വി ആവറേജ് ഈക്വൽ ടു വി പ്ലസ് യു ബൈ ടു. ആ വി പ്ലസ് യു ബൈ ടു പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. ഇതാണ് മോഷൻ അണ്ടർ ഗ്രാവിറ്റിയുടെ ജനറൽ ആയിട്ടുള്ള 4 കേസുകൾ വരുന്നത്.